സ്വർഗീയ പിതാവാൻ ദൈവത്തിൻ്റെ മഹത്വം സർവ്വഭൂമിയിലും നിറയുമാറാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നവംബർ 4 ഒന്നാമത്തെ വായനാഭാഗം, 2 ദിനവൃത്താന്തം 33 അധ്യായം. ഈ അധ്യായത്തിൽ 2 രാജാക്കന്മാരുടെ, ഹിസ്കിയാവിൻ്റെ മകനായ മനശ്ശയുടെ മകനായ ആമോൻ്റെയും രാജ്യത്വത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ ഭരണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മനശ്ശയെ വായിച്ചു തുടങ്ങിയപ്പോൾ 12 വയസ്സായിരുന്നുവെന്നും അവൻ 55 വർഷം യെരൂശലേമിൽ രാജാവായി വാണുവെന്നും എഴുതിയിട്ടാണ് ഇതിൻ്റെ അധ്യായത്തിൻ്റെ ആരംഭം അധ്യായം തുടങ്ങുന്നത്. 12 വയസ്സേ ഉള്ളൂ. 12 വയസ്സായ അദ്ദേഹം തുടർന്നുള്ള കാലങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകളെ പോലെ അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളൂ ചെയ്തു എന്നാണ്. ഹിസ്കിയാവ് ഇടിച്ചു കളഞ്ഞ പൂജാഗിരികളെ വീണ്ടും പണിതു, പാൽ വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളെ തീർത്തു, അശേര പ്രതിഷ്ഠകളും ഉണ്ടാക്കി, ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ചു. ഇവിടെ ഈ യെരൂശലേം ദേവാലയത്തിൽ പോലും അവിടെ അന്യ വിഗ്രഹങ്ങളെ കൊണ്ട് വെച്ചു. അതുപോലെ തൻ്റെ പുത്രന്മാരെ ബെന്യാമീൻ താഴ്വരയിൽ കൊണ്ടുപോയിട്ട് അവിടെ അഗ്നിപ്രവേശനം ചെയ്യിച്ചു. മുഹൂർത്തം നോക്കി ആഭിചാരങ്ങളും ക്ഷുദ്രങ്ങളും പ്രയോഗിച്ചു. വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെ നിയമിച്ചു. ദൈവത്തിന് എന്തൊക്കെയാണോ ഇഷ്ടമില്ലാത്തത് അതൊക്കെ അവൻ ചെയ്തു എന്നുള്ളതാണ്. ഈ വിഗ്രഹ പ്രതിമയെ ദൈവാലയത്തെ കൊണ്ട് പ്രതിഷ്ഠിച്ചു, യെരൂശലേം ദേവാലയത്തിൽ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം ഈ മനുഷ്യരുടെ മേലുണ്ടാവുകയും 55 വർഷം ഇത് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു. മുമ്പ് നമുക്കറിയാം, ശൗല് രാജാവായപ്പോൾ ശൗല് അനിഷ്ടമായിട്ടുള്ള ചെയ്തപ്പോൾ 2 വർഷം ആയപ്പോൾ 2 വർഷം 40 വർഷത്തേക്ക് തിരഞ്ഞെടുത്ത ശൗലിനെ 2 വർഷത്തേക്ക് കൊണ്ട് ആ ഭരണം ഇല്ലാതാക്കി. ഇവിടെ സംയുക്ത ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രബലന്മാരായ രാജാവായ ദാവീദിന് ശേഷം ശലോമോനോ 40 വർഷമേ ഇരുന്നുള്ളൂ. അവർ 55 വർഷം രാജാവായിരുന്നില്ല. അവർ 40 വർഷം രാജാവായിരിക്കുമ്പോൾ ഇവിടെ ആമോൻ 55 വർഷമാണ് രാജാവായിരിക്കുന്നത്. ഇത് ദൈവം അവരെ അനിഷ്ടമായുള്ളത് ചെയ്താൻ നികൃഷ്ട ബുദ്ധിയിൽ തന്നെ അവരെ ഏൽപ്പിച്ചു എന്ന് വേണം നമുക്കതിനകത്ത് കാണാൻ. നമുക്ക് ഈ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രവൃത്തികളൊക്കെ ഇങ്ങനെ മോശമായിരുന്നത് കൊണ്ട് അശൂർ രാജാവിനെ കൊണ്ടുവന്നിട്ട് മനുഷ്യയെ കൊളുത്തുകളാൽ പിടിച്ച് ബന്ധിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി അശൂർ രാജാവല്ല, ബാബേലിലേക്ക് കൊണ്ടുപോയി. അതെ, അശൂർ രാജാവിൻ്റെ സേനാധിപതിമാരെ തന്നെ വരുത്തിയത്, അവരെ ബാബേലിലേക്ക് കൊണ്ടുപോയി. കഷ്ടത്തിലായപ്പോൾ അവൻ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ മുമ്പേ താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ട് കൈക്കൊണ്ട് എൻ്റെ യാചന കേട്ട് വീണ്ടും യെരൂശലേമിൽ രാജത്വത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു, കൊണ്ടുവന്നു. യഹോവ തന്നെ ദൈവമെന്ന് മനുഷ്യക്ക് ബോധ്യമായി. എന്നാൽ നമ്മളിത് കുറച്ചുകൂടെ വിശദമായി ഈ തെറ്റുകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് 2 രാജാക്കന്മാർ 21 അധ്യായത്തിലാണ്. അവിടെ എഴുതിയിരിക്കുന്ന യെരൂശലേമിനെ നീക്കിക്കളയും, ഈ പാതകങ്ങളെ ഒക്കെ ചെയ്ത അപ്പം ഈ ജനത്തെ കൊണ്ട് ഏറ്റവും വഷളത്വം ചെയ്യിക്കുവാൻ, ദൈവത്തെ വിട്ടകലുവാൻ ഒക്കെ ഇടയാക്കിയ ഒരു രാജാവാണ്. അപ്പോൾ ഈ 55 വർഷക്കാലം, ദീർഘമായ ഈ കാലം കൊണ്ട് യെരൂശലേമും യഹൂദയും ഒക്കെ ഏറ്റവും വഷളായി ദൈവത്തിൽ നകന്നുപോയൊരു കാലം. അതിനിടയാക്കിയ മനുഷ്യയെയും അതിൻ്റെ താളത്തിന് തുള്ളി ദൈവത്തെ വിട്ടകന്നു പോയ ജനത്തെയും യെരൂശലേമിനെയും യഹൂദയെയും എല്ലാം തള്ളിക്കളയുന്ന അങ്ങനെ ഒരു വിശദമായ സംഗതികളാണ് നമ്മളവിടെ ഈ 2 രാജാക്കന്മാർ 21 അധ്യായത്തിൽ വായിക്കുന്നത്. പക്ഷെ അവിടെ ഈ മനുഷ്യയെ ബാബേലിലേക്ക് കൊണ്ടുപോയതിനെക്കുറിച്ചോ അയാൾ മനസ്സ് തിരിഞ്ഞ് വീണ്ടും ദൈവത്തിങ്കിലേക്ക് വന്നതായിരുമൊന്നും നമ്മൾ അവിടെ വായിക്കുന്നില്ല. പക്ഷെ അവിടെ എന്താണ് മനുഷ്യരുടെ രാജകാലത്ത് സംഭവിച്ചിട്ടുള്ള, അതായത് ദൈവവിരുദ്ധമായി സംഭവിച്ച കാര്യങ്ങളെ വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് 2 രാജാക്കന്മാർ 21 അധ്യായത്തിൽ. ഇവിടെ മനുഷ്യ മനം തിരിഞ്ഞു വന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ശേഷം പുറമതിൽ ഒക്കെ ഉണ്ടാക്കുകയും യെരൂശലേമിലെ സകല ബലിപീഠങ്ങളെ നീക്കുന്നതായിട്ടും
അതൊക്കെ എടുത്ത് എറിഞ്ഞു കളയുന്നതായിട്ടും യാഗപീഠം നന്നാക്കുന്നതായിട്ടും സമാധാനയാഗങ്ങളും സ്തോത്രയാഗങ്ങളും അർപ്പിക്കുന്നതായിട്ടും എന്നിട്ട് അത് ഇസ്രായേലിനോട് ഇതൊക്കെ ചെയ്യാൻ ജനത്തോട് ഇതൊക്കെയും ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ സേവിപ്പാൻ യഹൂദായോട് കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാം പൂജാഗിരികളിലൊക്കെ യാഗം കഴിച്ചു പോകുന്നു. പക്ഷെ അത് തങ്ങളുടെ ദൈവമായ യഹോവയ്ക്കാണ് ആ യാഗങ്ങൾ കഴിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ മനുഷ്യരുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ തൻ്റെ ജനത്തോട് കഴിച്ച പ്രാർത്ഥനയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ അവനോട് സംസാരിച്ച ദർശകന്മാരുടെ വചനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാർ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. പക്ഷേ ഇസ്രായേൽ രാജാക്കന്മാർ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പം ഈ മനുഷ്യരുടെ ഏറ്റവും മോശമായ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ മനം തിരിഞ്ഞു വരുന്നതിനെ സംബന്ധിച്ച് ബാബേലിലേക്ക് കൊളുത്തുകളാൽ ബന്ധിക്കപ്പെട്ടു പോകുന്നതിനെ സംബന്ധിച്ച് പിന്നീട് എനിക്ക് തോന്നുന്നു ചുരുക്കം കാലം മാത്രമേ കാണുള്ളൂ. ഭൂരിപക്ഷം 50-50-50ഓളം വർഷമോ അതോ അതിൽ കൂടുതലോ കുറവോ ഒക്കെ തന്നെ ദൈവത്തിൽ നകന്നു കിടക്കുകയും വളരെ ചുരുക്കകാലം ആയിരിക്കാം ദൈവത്തിലേക്ക് വന്നത്. പക്ഷെ അത് രാജാക്കന്മാർ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ഇവിടെ രാജാക്കന്മാർ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നാണ് വായിക്കുന്നത്. പക്ഷേ ഈ ഒരു സംഭവം അതിനകത്ത് കാണുന്നില്ല. അവിടെ മനുഷ്യ പിതാക്കന്മാരെ നിദ്ര പ്രാപിച്ചു. അവൻ്റെ അരമനയിലാണ് അവനെ അടക്കം ചെയ്തു. മകനായ ആമോൻ അവന് പകരം രാജാവായി. അപ്പം ആമോൻ്റെ വളരെ ചുരുക്കമായിട്ട് 6 വാക്യത്തിൽ 5 വാക്യം കൊണ്ട് ആമോൻ്റെ കാര്യം പറഞ്ഞു തീർത്തിരിക്കുകയാണ്. ഇപ്പം ഈ നമ്മൾ ഇപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ മനശ്ശെ വായിച്ചു തുടങ്ങുമ്പോൾ 12 വയസ്സാണ്. അപ്പോൾ ഈ 12 വയസ്സായ ഒരു രാജാവ് ഈ കാര്യങ്ങളൊന്നും ചെയ്യില്ല, അറിയില്ല. അല്ലെങ്കിലും തൻ്റെ അപ്പൻ 29 വർഷം രാജാവായിരുന്ന സമയത്ത് ഈ മനുഷ്യ ജനിക്കുന്ന നാൾ മുതൽ ഈ 12 വയസ്സ് വരെയും അവൻ കാണുന്ന രാജാവ് എന്ന് പറഞ്ഞ് ഹിസ്കിയ രാജാവാണ്. അപ്പോൾ ഹിസ്കിയ രാജാവിൻ്റെ പ്രവൃത്തികൾ കണ്ട് വന്ന ഒരാളായാലും 12 വയസ്സിനകത്തൊക്കെ ചിലപ്പോൾ ഇതെല്ലാം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാലും അവൻ്റെ ഒരു കുറച്ച് കാലങ്ങളിലൊക്കെ എങ്ങനെയാണ് തൻ്റെ അപ്പൻ നടന്നതെന്നുള്ളത് നന്നായി അറിയാം. പക്ഷേ ഹിസ്കിയാവ് മരിച്ചതിന് ശേഷമാണല്ലോ രാജാവാകുന്നത്. അപ്പോൾ ഹിസ്കിയാവ് മരിച്ചു. പിന്നെ ഹിസ്കിയാവ് ജീവിച്ചിരിപ്പില്ല. മനുഷ്യ 12 വയസ്സിൽ രാജാവാകുകയും ചെയ്തു. പക്ഷേ മനുഷ്യയെ തെറ്റിക്കുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ മനുഷ്യയെ ഉപദേശിക്കുന്ന അമ്മയോ അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും മനുഷ്യയെ തെറ്റായ വഴികളിൽ നടക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. അല്ലെങ്കിൽ യാതൊരു കാരണവശാലും ഇത്രയും നന്നായി ഭരിച്ചിരുന്ന, ഇത്രയും നന്നായി ദൈവത്തെ അന്വേഷിച്ചിരുന്ന ഹിസ്കിയാവ് എന്ന രാജാവിൻ്റെ മകൻ അങ്ങനെ ആകേണ്ട കാര്യമില്ല. അപ്പം അത് നമുക്കതിനകത്ത് കാണുന്ന കാര്യം. ഈ രാജാവിൻ്റെ മകനായ ആമോനാണ് ഇപ്പോൾ രാജാവായിരിക്കുന്നത്. ആമോന് പക്ഷേ 22 വയസ്സ് ഉണ്ടായിരുന്നു. 2 വർഷം മാത്രമേ രാജാവായിരുന്നുള്ളൂ. അപ്പം അതിൻ്റെ കാരണം കാണും. അത് ദൈവം 2 വർഷത്തേക്ക് മാത്രമേ വെച്ചിരുന്നുള്ളൂ, അത് നീക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. അവൻ്റെ അപ്പനായ മനുഷ്യ ചെയ്തതുപോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളൂ ചെയ്തു. തൻ്റെ അപ്പനായ മനുഷ്യ ഉണ്ടാക്കിയ സകല വിഗ്രഹങ്ങൾക്കും. അപ്പം ഇവിടെ മനുഷ്യ അവസാന കാലത്ത് ദൈവത്തിലേക്ക് തിരിഞ്ഞു എന്ന് നമ്മൾ വായിച്ചു കഴിഞ്ഞ പുസ്തകത്തിനെങ്കിലും ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? മനുഷ്യ ചെയ്തതുപോലെ ദൈവത്തിന് അനിഷ്ടമായുള്ള ചെയ്തു എന്നാണ്. തൻ്റെ അപ്പനായ മനുഷ്യ ഉണ്ടാക്കിയ സകല വിഗ്രഹങ്ങൾക്ക് ആമോൻ ബലി കഴിച്ച് അവയെ സേവിച്ചു. തൻ്റെ അപ്പനായ മനുഷ്യ തന്നെത്താൻ യഹോവയുടെ മുമ്പിൽ താഴ്ത്തിയതുപോലെ അവൻ തന്നെത്താൻ താഴ്ത്തിയില്ല. ആമോൻ മേൽക്കുമേൽ അകൃത്യം ചെയ്തതേ ഉള്ളൂ. അവൻ്റെ ഭൃത്യന്മാർ അവൻ്റെ നേരെ കൂട്ടുകൊണ്ടുണ്ടാക്കി അവൻ്റെ അരമനയിൽ വെച്ച് കൊന്നുകളയുകയാണ് ചെയ്തത്. ആ രാമനെ അവരുടെ ഭൃത്യന്മാർ കൂട്ടുകൊണ്ടുണ്ടാക്കി കൊല്ലുകയാണ് ചെയ്തത്. എന്നാൽ ദേശത്തെ ജനം ആമോൻ രാജാവിനെ നേരെ കൂട്ടുകൊണ്ടുണ്ടാക്കിയവരെയൊക്കെയും കൊന്നുകളഞ്ഞു. ഈ കൂട്ടുകൊണ്ടുണ്ടാക്കിയവരെ ജനം കൊല്ലുകയും ചെയ്യുന്നുണ്ട്. പിന്നെയാണ് യോശുവ എന്ന് പറയുന്ന പേരുള്ള അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ യഹൂദയിൽ രാജാവായി തീരുന്നത്. ഈ രണ്ട് രാജാക്കന്മാരെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയുന്നതും. അതുപോലെ അടുത്ത രാജാവായ എന്ന യോശുവയുടെ രാജാവായി എന്ന് പറഞ്ഞുകൂടി വെച്ചിട്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. രണ്ടാമത്തെ വായനാഭാഗം ഹോശയ എന്ന പ്രവാചക പുസ്തകമാണ്. 14 അധ്യായങ്ങളാണ് ആകെ ഹോശയുടെ പ്രവചനത്തിലുള്ളതെങ്കിലും ചെറിയ പുസ്തകമാണ്. എങ്കിലും ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലം ഒരു ദീർഘമായ കാലമാണ്. ഈ ചെറിയ പുസ്തകമാണെങ്കിലും ദീർഘമായൊരു കാലയളവ് പ്രവചന ശുശ്രൂഷ നടത്തിയ ഒരു പ്രവാചകനാണ് ഹോശയ. അപ്പോൾ ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്ന യഹൂദ രാജാക്കന്മാരുടെ കാലത്തും യൊരോബെയാമിൻ്റെ കാലത്തും പ്രവാചകനായിരുന്നു.
ഈ യൊരോബെയാമിൻ്റെ കാലത്തും മാത്രമല്ല, അതിനുശേഷം ഇസ്രായേലിൽ, വടക്കേ രാജ്യമായ ഇസ്രായേലിൽ രാജ്യത്വം അവസാനിക്കുന്ന കാലത്തും ഹോശയ ജീവിച്ചിരുന്ന പ്രവചന ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹോശയ എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷ എന്ന് തന്നെയാണ്. നമുക്കിത് വേറെ വാക്കുകൾ, ഹോശയയ്ക്ക് സമാനമായ വേറെ വാക്കുകളുള്ളത് യഹോശുവ, യോശുവ, അതുപോലെ യേശു ഒക്കെ നാമങ്ങൾ നേരത്തെ അറിയാവുന്ന പോലെ തന്നെ നമുക്കിവിടെയും ആ വാക്കുകൾ തന്നെ നമുക്കിവിടെ അറിയാൻ പറ്റും. ആ വാക്കുകളിലൂടെ ആ സമാനമായ അതേ അർത്ഥമുള്ള വാക്കുകൾ അല്ലെങ്കിൽ പേരുകളാണ് ഈ ഹോശയ, യോശുവ, യഹോശുവ, യേശു എന്നീ വാക്കുകൾ. അപ്പം ഇവിടെ ഈ ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദന്മാർ രാജാക്കന്മാരുടെ കാലത്തുനിന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ഈ പ്രവചന ശുശ്രൂഷ യഥാർത്ഥത്തിൽ വടക്കേ രാജ്യമായ ഇസ്രായേലിനോടുള്ളതാണ്, ഇസ്രായേലിന് വേണ്ടിയുള്ളതാണ്. ഇസ്രായേൽ പരസംഗം ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു അടയാളം എന്ന നിലയ്ക്ക് ഈ ഹോശയ എന്ന ദൈവപുരുഷനായ ദൈവത്തിൻ്റെ പ്രവാചകനോട് ദൈവം പറയുകയാണ്, നീ പരസംഗം ചെയ്യുന്ന ഒരു സ്ത്രീയെ പോയി കല്യാണം കഴിക്കാൻ, അതിൽ ആ പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കാൻ പറയാം. പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയും പരംഗസംഘത്തിൽ ജനിച്ച മക്കൾ. അപ്പോൾ അത് ഈ പരസംഗം ചെയ്യുന്ന ഇസ്രായേൽ എന്ന ദൈവജനത്തിന് ഒരു അടയാളമാക്കിയിട്ടാണ് അത് എടുക്കുന്നത്. അദ്ദേഹം അതുപോലെ പോയി ദിബ്ലയീമിൻ്റെ മകളായ ഗോമരിനെ പോയി പരിഗ്രഹിച്ചു. എന്നിട്ട് ഒരു മകനും ജനിച്ചു. മകനിൽ ജസ്രീൽ എന്ന് പേര് വിളിക്കാൻ പറയും. അപ്പോൾ ദൈവം വിതയ്ക്കും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ജസ്രീലിൻ്റെ രക്തപാതങ്ങൾ, അപ്പോൾ ജസ്രീൽ എന്ന് പേര് വിളിക്കുമെങ്കിലും ജസ്രീൽ നിന്ന സ്ഥലം ഇവിടെ ഉണ്ട് ഇസ്രായേലിൽ. ആ ഇസ്രായേലിൻ്റെ രക്തപാതകങ്ങളെ യേഹൂ ഗൃഹത്തോട് സന്ദർശിച്ച് ഇസ്രായേൽ ഗൃഹത്തിൻ്റെ രാജ്യത്വം ഇല്ലാതെയാക്കും. രാജ്യത്വം ഇല്ലാതെയാക്കുമെന്ന് പറയുന്നത് തന്നെ തുടർന്ന് രാജ്യത്വം സമീപഭാവിയിൽ തന്നെ രാജ്യത്വം ഇല്ലാതാകുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ സ്ത്രീ പിന്നെയും പ്രസവിക്കുന്നുണ്ട്, ഗർഭിണിയായി പ്രസവിക്കുന്നുണ്ട്. അതൊരു പെൺകുട്ടിയാണ്, മകൾ ആണ്. അവൾക്ക് ലോരുഹമ, കരുണ ലഭിക്കാത്തവൾ എന്ന് പേര് വിളിക്കാൻ പറയും. അങ്ങനെ അവിടെ അതിൻ്റെ കൂടെ പറയുന്നത്, ഞാൻ ഇനി ഇസ്രായേൽ ഗൃഹത്തോട് ക്ഷമിപ്പാൻ തക്കവണ്ണം അവരോട് ഒട്ടും കരുണ കാണിക്കുകയില്ല. അപ്പോൾ 2 മക്കൾക്ക് 2 പേര് കൊടുത്തതിന് ദൈവം ചെയ്യാനിരിക്കുന്ന 2 കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അടയാളവും കൂടെയാണ്. അവരും അടയാളമായി മാറുകയാണ്. ആ അടയാളം ഇതാണ്, ഞാൻ ദൈവം വിതയ്ക്കും എന്നുള്ളത് ആണ് ആദ്യത്തെ മകൻ ജനിച്ചപ്പോൾ വിളിച്ച അടയാളമെങ്കിൽ, ഇപ്പോൾ പറയുന്ന അടയാളം കരുണ ലഭിക്കും. ഞാൻ ഇസ്രായേൽ ജനത്തോട് കരുണ കാണിക്കത്തില്ല, പക്ഷേ ഞാൻ യഹൂദഗ്രഹത്തോട് കരുണ കാണിക്കും. അവരെ വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിരച്ചേവകരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും. ഞാൻ തന്നെ അവരെ രക്ഷിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മകൻ ജനിക്കുകയാണ്. ആ മകന് ലോ അമ്മി എന്ന് പേർ വിളിക്കാൻ പറയും. ലോ അമ്മിയുടെ അർത്ഥം എൻ്റെ ജനമല്ല. ദൈവം അവിടെ തന്നെ പറയുന്നത്, നിങ്ങൾ എൻ്റെ ജനമല്ല, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയുമില്ല എന്നല്ല ചെയ്തു. അപ്പോൾ ഈ 3 പേരുകളും 3 പേരുകളും 3 കാര്യങ്ങൾ ദൈവം അവരോട് പറയുന്ന അതിൻ്റെ അടയാളങ്ങളായി നിൽക്കുകയാണ്. ഞാനിനി അവരെൻ്റെ ജനമല്ല എന്നും അവരോട് അരുളി ചെയ്തതിന് പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കൾ എന്ന് അവരോട് പറയും. നിങ്ങൾക്ക് ഒരേ തലവനെ നിയമിച്ച്. അപ്പോൾ യഹൂദ മക്കളും ഇസ്രായേൽ മക്കളും ഇന്ന് ഇസ്രായേൽ എന്നോ യഹൂദ എന്നോ 2 രാജ്യമായിട്ടല്ല, അവരൊറ്റ യഹൂദ എന്നാ പറയുന്ന, അല്ല യഹൂദ രാജ്യം അല്ലെങ്കിൽ ഇസ്രായേൽ രാജ്യം, യഹൂദ മക്കൾ, യഹൂദർ, ഇസ്രായേൽ മക്കൾ, ഇസ്രായേൽ എന്ന ഒറ്റ രാജ്യമായി തന്നെയാണ് അവർ നിൽക്കുന്നത്. ഈ വ്യത്യാസമൊന്നും ഇന്ന് അവിടെ ഇല്ല. അത് പിന്നീട് പ്രവാസത്തിൽ നിന്ന് വന്നിട്ട് ശേഷം ഒക്കെയും തുടർന്ന് വരുന്നതൊക്കെ അവർ യേശുക്രിസ്തുവിൻ്റെ കാലത്തുമൊക്കെ ഒറ്റ രാജ്യമാണ്. അപ്പോൾ യഹൂദ മക്കളും ഇസ്രായേൽ മക്കളും ഒന്നിച്ചുകൂടി തങ്ങൾക്ക് ഒരേ തലവനെ നിയമിച്ച് ദേശത്ത് നിന്ന് പുറപ്പെടും എന്ന് പറഞ്ഞിട്ട്, എന്നാൽ ജസ്രീലിൻ്റെ നാൾ വലുതായിരിക്കുമല്ലോ. അപ്പോൾ ജസ്രീൽ എന്ന് പറഞ്ഞ പൊതുവെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ ഇസ്രായേലിൻ്റെ പേരിൽ ഇസ്രായേൽ എന്ന് മാത്രമല്ല ജസ്രീൽ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എഫ്രൈം എന്നും ഇസ്രായേലിനെ പറയുന്നത്. അപ്പോൾ എഫ്രൈം ഏകദേശം മധ്യഭാഗത്ത് വലിയ ഒരു ജനസമൂഹമായിരുന്നു. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു ഇതായിരുന്നു എഫ്രൈം. അപ്പോൾ ഇസ്രായേലിനെ ഈ പുസ്തകത്തിൽ ചിലയിടത്തൊക്കെ എഫ്രൈം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു 11 വാക്യം മാത്രമേ ഉള്ളൂ ഈ ഒന്നാമത്തെ
അധ്യായത്തിൽ, ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ ഈ ജനത്തോട് സംസാരിക്കേണ്ട കാര്യത്തിൻ്റെ ഏകദേശം ഒരു നല്ലൊരു രൂപം നമുക്ക് ഈ ഒന്നാം അധ്യായത്തിൽ തന്നെ ലഭിക്കുന്നുമുണ്ട്. മൂന്നാമത്തെ വായനാഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 14-15 അധ്യായങ്ങളാണ്. അപ്പോൾ ഈ അധ്യായങ്ങളിൽ ഈ അപ്പോസ്തല പ്രവൃത്തികൾ എങ്ങനെ നടക്കുന്നു, പൗലോസിൻ്റെയും മറ്റ് അപ്പോസ്തലന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് സ്മൂത്തായിട്ടല്ല ഈ കാര്യങ്ങളൊന്നും നടന്നിട്ടുള്ളത്. എല്ലായിടത്തും എതിർപ്പുകളും, ചെല്ലുന്ന സമയത്തൊക്കെ ഒരു സ്മൂത്തായിട്ട് പോകും എന്ന് പറഞ്ഞാൽ ആളുകൾ അറിയില്ലല്ലോ. അറിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവിടെയുള്ള യഹൂദന്മാരോ ഒക്കെ എതിർപ്പിനായിട്ട് കടന്നു വരും. അല്ലെങ്കിൽ നേരത്തെ പോയ സ്ഥലത്തെ യഹൂദന്മാർ അവിടെ എത്തും, കുഴപ്പമുണ്ടാക്കാനും കലക്കമുണ്ടാക്കാനും. അങ്ങനെ ആണ് ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ഇക്കോന്യയിലെ കാര്യം നമ്മൾ ഇന്നലെ വായിച്ചല്ലോ. അവിടുത്തെ യവനന്മാരിൽ വലിയൊരു കൂട്ടവും വിശ്വസിക്കാത്ത യഹൂദന്മാരാണെങ്കിൽ ജാതികളുടെ മനസ്സ് സഹോദരന്മാരെ നേരെ ഇളക്കി വഷളാക്കി. പക്ഷേ എങ്കിലും അവർ വളരെ കാലം അവിടെ പാർത്തു. കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന് അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. എന്നാൽ അവിടെ ആ സ്ഥലത്ത് ഇക്കോന്യയിൽ അവിടുത്തെ സമൂഹം ഭിന്നിച്ച് ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി. അവരെ അവമാനിക്കാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോട് കൂടി ഒരു അക്രമം ഭാവിച്ചു. അപ്പോഴവിടുന്ന് അവർ ലുസ്ത്ര, ദർബെ എന്ന ലുക്കോവ്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശത്തിലേക്ക് ഓടിപ്പോയി അവിടെ സുവിശേഷം അറിയിച്ചു. അപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. ലുസ്ത്രയിൽ ചെന്നപ്പം അവിടെ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരാളിനെ കണ്ടു. ഒരു മകനാണെന്ന് തോന്നുന്നു, മുടന്തനാണ്, അപ്പോൾ മകനാണ്. പൗലോസ് സംസാരിക്കുന്ന കേട്ട് സൗഖ്യം പ്രാപിക്കാൻ വിശ്വാസമുണ്ട് എന്ന് തന്നെ കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കാമെന്ന് ഉറക്കെ വിളിച്ചു പറയും. അവൻ കുതിച്ചെഴുന്നേറ്റ് നിന്നു. പൗലോസ് ചെയ്ത് പുരുഷാരം കണ്ട്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നുവെന്ന് ലുസ്ത്രയിലെ ആൾക്കാരെല്ലാം പറഞ്ഞിട്ട് അവിടെ ഭരതവാസൻ ഇന്ദ്രനാണെന്നും പൗലോസ് മുഖ്യപ്രസംഗിയായാൽ അവൻ ബുധനാണെന്നും ഒക്കെ പറഞ്ഞ് ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതന്മാർ കാളയും പൂമാലയും ഒക്കെ കൊണ്ടുവന്ന് അവരെ വാഴ്ത്താനും ഒക്കെ വന്നു. ഇത് കേട്ടിട്ട് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ച് പറഞ്ഞു, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സ്വഭാവമുള്ള മനുഷ്യരാണ്. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങൾ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ള സകലവും ഉണ്ടാക്കി ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവന് സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടക്കാൻ സമ്മതിച്ചു. പക്ഷേ പല നന്മകളും ആകാശത്തുനിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും ആഹാരവും ഒക്കെ നൽകിക്കൊണ്ട് ഞാൻ ഉണ്ട് എന്നും ഞാനതാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലും ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഇതൊക്കെയും ചെയ്യുന്ന ദൈവമാണ് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ദൈവം സാക്ഷ്യം തന്നിട്ടുണ്ട്. മഴ പെയ്യുന്നത് എല്ലാം ദൈവം ചെയ്ത് സാക്ഷ്യം തന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അവർ തങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കുന്ന കാര്യത്തെ വളരെ പ്രയാസത്തോടെ അവർ തടുത്തു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്ന അവിടുന്ന് അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ച് കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയി. പക്ഷേ ശിഷ്യന്മാർ ചുറ്റി നിൽക്കുമ്പോൾ തന്നെ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റേന്നാൾ ബർന്നബാസിനോട് കൂടി ദർബയ്ക്ക് പോയി. അവിടെ നിന്ന് ദർബയ്ക്ക് പോയി. നോക്കണേ, അവിടെ കൊല്ലുവാൻ തക്കവണ്ണമുള്ള കല്ലേറും കൊണ്ടിട്ട് അവൻ മരിച്ചുപോയി എന്ന് വിചാരിച്ചിട്ട് അവർ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. അവിടെ നിന്നിട്ട് എഴുന്നേറ്റ് പിന്നെ ചികിത്സയ്ക്കൊക്കെ പോയിട്ടുണ്ടാവും, കുറച്ച് ആൾ റെസ്റ്റ് എടുത്തിട്ടുണ്ടാവും. എന്നിട്ടായിരിക്കും ദർബയ്ക്ക് പോയതിന് ശേഷം സംഭവിച്ചത്. അവിടെ ആ ദർബയിലും പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു. അത് കിടക്കയിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വയ്യാത്തപ്പോഴോ തന്നെ ആയിരിക്കും, പരിപൂർണ്ണ സൗഖ്യമായിട്ടായിരിക്കില്ല. പൗലോസിൻ്റെ സ്വഭാവം അനുസരിച്ച് പലരെയും ശിഷ്യന്മാരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിപ്പോയിരുന്നു. വന്ന സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിച്ചു. നേരത്തെ കണ്ട ജനത്തോട് വീണ്ടും പോയി പറയുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കണം,
ഉപേക്ഷിച്ച് പോകരുത്. അനേകം കഷ്ടങ്ങളിൽ കൂടെ മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കാനൊക്കെയുള്ളൂ. അതുകൊണ്ട് കഷ്ടങ്ങൾ വരുമ്പോൾ ഉപേക്ഷിച്ച് പോകാൻ തോന്നും. അങ്ങനെ ഉപേക്ഷിച്ച് പോകരുത് എന്ന് അവിടെയുള്ള ശിഷ്യന്മാർ മനസ്സുറപ്പിച്ചു പോകും. അവരുടെ സഭ തോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. അല്ല, പിന്നെ അവിടെ ഇല്ലല്ലോ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അവരെ കൊടുത്തിട്ട് പോകാനേ ഒക്കെയുള്ളൂ. കാരണം അടുത്ത സ്ഥലത്ത് വേലയ്ക്കായിട്ട് പൗലോസിനും ബർന്നബാസിനും പോകണം. പൗലോസിനും ബർന്നബാസിനെയാണല്ലോ ഇപ്പം ആ ടീമായിട്ട് ദൈവം ആ സഹോദരന്മാരുടെ കൈവയ്പ്പിനാൽ അയച്ചത്. അപ്പോൾ അവരെ പരമേൽപ്പിച്ചിട്ട് ദൈവകരങ്ങളിൽ ദൈവമേ അങ്ങ് ഇവരെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞിട്ട് പോകാനേ ഒക്കെയുള്ളൂ. പിന്നെ അവർ പ്രസിദ്ധിയിൽ കൂടി കടന്ന് പംഫില്യയിലെത്തി. പിന്നെ പെർഗയിൽ വചനം പ്രസംഗിച്ച ശേഷം അത്തലിക്ക് പോയി. അത്തലി എന്ന് പറയുന്നത് ഇറ്റലിയാണ്. അവിടെ മുതൽ കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി. ഞങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ചത് അവിടെ നിന്നായിരുന്നല്ലോ. അപ്പോൾ അന്ത്യോക്യയിലാണ് ഇവരെ യാത്ര അയപ്പിച്ച് അന്ത്യോക്യയിൽ വെച്ചിട്ടാണ് ഇവരെ പ്രാർത്ഥിച്ച് കൈവച്ച് അയച്ചത്. അപ്പോൾ അന്ത്യോക്യയിൽ തിരിച്ചെത്തി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ മിഷണറി യാത്ര സമാപിച്ചു എന്നാണ്. അപ്പോൾ തിരിച്ച് അന്ത്യോക്യയിൽ എത്തുന്നത് ആ മാപ്പിൽ നമുക്ക് കാണാൻ പറ്റും. അന്ത്യോക്യയിലേക്ക് പോയി തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ച് അയച്ചത് അവിടെ നിന്നായിരുന്നുവല്ലോ. അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ കൂടെ കുറേ കാലം അവിടെ പാർത്തു. അപ്പോൾ പൗലോസും ബർന്നബാസും തിരികെ വന്നു. അപ്പോൾ ഒന്നാമത്തെ മിഷണറി യാത്ര അവിടെ അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ മാപ്പിൽ തന്നെ ചിലപ്പോൾ രണ്ടാമത്തെ മിഷണറി യാത്രയുടെ കാണും. ചിലപ്പോൾ രണ്ട് മാപ്പായിരിക്കും. 2 കളറിൽ ഒരു മാപ്പിലാണെങ്കിൽ 2 കളറിലായിരിക്കും രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2 മാപ്പാണെങ്കിൽ വ്യത്യസ്ത കളറല്ലാത്ത പ്രിൻ്റാണെങ്കിൽ രണ്ട് സെപ്പറേറ്റ് മാപ്പാകാനാണ് സാധ്യത. എന്നിട്ട് അപ്പോൾ യഹൂദിയിൽ നിന്ന് ചിലർ ആൾക്കാർ വന്നു. നിങ്ങൾ മോശെ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല എന്ന് സഹോദരന്മാരോട് ഉപദേശിച്ചു. അപ്പോൾ ഈ ബർന്നബാസും പൗലോസും ഒന്നും ആളുകളോട് ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തല്ല പോകുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിശ്വാസത്തിന് തക്കവണ്ണം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, അതിലൂടെ ദൈവത്തെ മനസ്സിലാക്കുക, ഈ കാര്യങ്ങളാണ് അവർ പോയ സ്ഥലങ്ങളിലൊക്കെയും പറയുന്നത്. ഒരിടത്തും പരിച്ഛേദന സംബന്ധിച്ച് പരിച്ഛേദനയേറ്റവരാണ് ഈ പോകുന്നത്. പരിശോധനയേറ്റ ആളാണ് പൗലോസ്. പക്ഷേ ആ പരിശോധനയുടെ പ്രാധാന്യമൊക്കെ അറിഞ്ഞാണ് ചെയ്യുന്നത്. അന്നും ആൾക്കാർ ചെയ്തിരുന്നു. പക്ഷേ അവരോട്, ജാതികളിൽ നിന്ന് വന്നവരോടൊന്നും പരിശോധന ഏൽക്കാൻ അവർ പറയുന്നില്ല. പരിശോധന ഏൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ള അവസ്ഥയിലാണ്. എന്നിട്ട് അവർ വന്നവരോട് പൗലോസിനും ബർന്നബാസിനും അല്പമല്ലാത്ത വാദം ഉണ്ടായി. ഭയങ്കരമായ തർക്കവും വാദമൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ തർക്കസംഗതിയെ സംബന്ധിച്ച് ഒരു തീർപ്പുണ്ടാകണമല്ലോ. അപ്പോൾ യെരുശലേമിൽ അപ്പോസ്തലന്മാരുണ്ട്, യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. ഇതൊരു പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ്. ഈ വഴിത്തിരിവാണ് നമ്മളെയും ഇന്ന് പരിച്ഛേദന വേണ്ട എന്ന അവസ്ഥയിൽ നമ്മളെയും നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പരിച്ഛേദന ചെയ്യേണ്ടവരായിരുന്നേനെ. അപ്പോൾ അങ്ങനെ അവിടെ പോയി യെരുശലേമിൽ മൂപ്പന്മാരുടെ അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊയ്നീക്കയിലും ശമരിയയിലും കൂടി കടന്ന് ജാതികളുടെ മാനസാന്തരം അറിയിച്ച് സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. എന്നിട്ട് 6-ാമത്തെ വാക്യം, ഈ സംഗതിയെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി. വളരെ തർക്കം. ആളുകൾ, ഈ സഹോദരങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരും ഒക്കെ തമ്മിൽ, ഇതിൻ്റെ ആരോപണം ഉന്നയിക്കുന്നവരൊക്കെ തമ്മിൽ ഭയങ്കരമായ തർക്കമുണ്ടായി. അവസാനം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്, നിങ്ങൾ കുറച്ച് നാൾക്ക് മുമ്പ് ജാതികൾ സുവിശേഷം കേട്ട് വിശ്വസിക്കണം എന്ന് ദൈവം പറഞ്ഞ കാര്യവും കൊർന്നേലിയോസിൻ്റെ ഭവനത്തിലും ഒക്കെ ആൾക്കാർ വന്നത് അവിടെ കേട്ടതും അവർ പരിശുദ്ധാത്മാവിനല്ല അഭിഷേകം പ്രാപിച്ചതും അവർ അന്യഭാഷ സംസാരിച്ചതും ഒക്കെ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടില്ല. അവിടെ അതുകൊണ്ട് നമുക്കും അവർക്കും തമ്മിൽ ദൈവം ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? അപ്പം പരിച്ഛേദന ഏൽക്കാത്ത ആളുകൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചുവെങ്കിൽ പരിച്ഛേദന ഏൽക്കാത്ത ജാതികൾക്കും അത് ലഭിപ്പാൻ
അവകാശമുണ്ട്, അല്ലെങ്കിൽ ദൈവം അത് കൊടുക്കാൻ മനസ്സുണ്ട്. അപ്പോൾ അവിടെ പരിച്ഛേദന ഒരു തടസ്സമല്ല, പരിച്ഛേദന ഒരു നിയമമല്ല, പരിച്ഛേദന ആവശ്യമല്ല എന്ന് ദൈവം കൂടി സാക്ഷി നിന്നൊരു പ്രക്രിയയാണ് അവിടെ നടന്നത്. കർത്താവ് യേശുവിൻ്റെ കൃപയിൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. നമ്മളൊക്കെ പരിച്ഛേദന ഏറ്റവരാണ്. പക്ഷേ നമ്മളിപ്പോൾ വിശ്വസിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ രക്ഷ പ്രാപിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പോലെ അവരും വിശ്വസിക്കുന്നു. പരിച്ഛേദന ഏറ്റാലേ വിശ്വസിക്കൂ എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അതുപോലെ അവരും വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ജനസമൂഹം എല്ലാം മിണ്ടാതെ ബർന്നബാസും പൗലോസും ദൈവം തങ്ങളെ കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങൾ, അത്ഭുതങ്ങൾ എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. അവസാനം യാക്കോബ് എഴുന്നേറ്റു. യാക്കോബ് പറഞ്ഞു, സഹോദരന്മാരെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. ദൈവം തൻ്റെ നാമത്തിനായി ജാതികളിൽ നിന്നൊരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശീമോൻ പത്രോസ് വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്കുകൾ ഒക്കുന്നു. അതിങ്ങനെയാണ്: അനന്തരം ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ പണിയും, അതിൻ്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യരിൽ ശേഷിച്ചവരും എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്ന് ഇത് പൂർവ്വകാലം മുതൽ അറിയിച്ചിരിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. മോശയുടെ ന്യായപ്രമാണം ശബ്ബത്ത് തോറും പള്ളികളിൽ വായിച്ചു വരുന്നതിനാൽ പൂർവ്വകാലം മുതൽ പട്ടണം തോറും അത് പ്രസംഗിക്കുന്നവരുണ്ടല്ലോ. അപ്പം എന്നിട്ട് ചില പുരുഷന്മാർ തിരഞ്ഞെടുത്തവർ എന്നിട്ട് പൗലോസിനോടും ബർന്നബാസിനോടും കൂടി അന്ത്യോക്യയിലേക്ക് അയക്കണം എന്ന് അപ്പോസ്തലന്മാരും മൂപ്പന്മാരും ഒക്കെ. അപ്പം ഈ കാര്യത്തിന് അനുകൂലമായ തീരുമാനമാണ് അപ്പോസ്തലന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പരിച്ഛേദന നിർബന്ധിക്കണ്ട എന്ന ഭാഗം. അങ്ങനെ അയക്കാൻ വേണ്ടി തീരുമാനിച്ചു. സമൂഹത്തിൽ പ്രമാണപ്പെട്ട പുരുഷന്മാരായ ബർശബാസ് എന്ന യൂദായെയും ഷീലാസ് അങ്ങനെ രണ്ടുപേരെയാണ് നിയോഗിച്ചത്. അവരുടെ വശം കത്ത് എഴുതി അയച്ചു. ആ എഴുത്തിലെ വാക്യം ഇതാണ്: അപ്പോസ്തലന്മാരും മൂപ്പന്മാരുമായ സഹോദരന്മാരും അന്ത്യോക്യയിലും സുറിയയിലും കിലിക്കിയിലും ജാതികളിൽ നിന്ന് ചേർന്ന സഹോദരന്മാർക്ക് വന്ദനം. ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞു എന്ന് കേൾക്കുകൊണ്ട് ഞങ്ങൾ ചില പുരുഷന്മാരെ തെരഞ്ഞെടുത്ത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ പൗലോസിനോടും ബർന്നബാസോടും കൂടി നിങ്ങളുടെ അടുക്കൽ അയക്കണമെന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് നിശ്ചയിച്ചു. അപ്പോൾ ഈ കത്ത് പൂർണ്ണമായി വായിക്കുന്നത് ഈ അധ്യായം വളരെ പ്രധാനപ്പെട്ടൊരു അധ്യായമായതുകൊണ്ടാണ്. അത് നമ്മളെ വരെയും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ്. ആകയാൽ ഞങ്ങൾ യൂദായെയും ശീലാസിനെയും അയച്ചിരിക്കുന്നു. അവർ വാമൊഴിയായും ഇത് തന്നെ അറിയിക്കും. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ഇവ വർജിച്ച് സൂക്ഷിച്ചു കൊണ്ടാൽ നന്ന് ശുഭമായിരിക്കും. അങ്ങനെയാണ് കത്ത് അവസാനിക്കുന്നത്. അങ്ങനെ അവർ ശീലാസും യൂദായും അവിടെ ചെന്നു. മറ്റ് പല വചനങ്ങളാലും ഒക്കെ സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. കുറേ നാളവിടെ താമസിച്ച ശേഷം സഹോദരന്മാർ അവരെ തിരിച്ച് സമാധാനത്തോടെ പറഞ്ഞയച്ചു. അപ്പോൾ അവിടെ സഭയ്ക്ക് ഒരു വലിയ ആശ്വാസമുണ്ടായി. ആശ്വാസ വചനമാണ് വായിച്ചത്. അവിടെ ആശ്വാസം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പൗലോസും ബർന്നബാസും അന്ത്യോക്യയിൽ തന്നെ പാർത്തു. മറ്റു പലരോടും കൂടി കർത്താവിൻ്റെ വചന ഉപദേശവും സുവിശേഷം കൊണ്ടിരുന്നു അവിടെ തന്നെ. എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ഒരു ചെറിയ പ്രശ്നം ഈ പൗലോസും ബർന്നബാസും തമ്മിൽ ഉണ്ടാകുന്നതാണ് നമ്മൾ കാണുന്നത് ഇവിടെ. കുറേ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട് നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെയിരിക്കും ചെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ബർന്നബാസ് ആഗ്രഹിച്ചത് മർക്കോസ് എന്ന യോഹന്നാനെ കൂട്ടിക്കൊണ്ടു പോകാനാണ്. പൗലോസ് പറഞ്ഞത് പംഫുല്യയിൽ വെച്ച് നമ്മളെ വിട്ടുപോയ അവനെ കൂട്ടിക്കൊണ്ട് പോകണ്ട, നമ്മൾ പോയ സ്ഥലങ്ങളിൽ നമ്മൾ തന്നെ വീണ്ടും പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാദമുണ്ടായി. അപ്പം മർക്കോസ് എന്ന യോഹന്നാനെ കൊണ്ടുപോകുന്നതിനോട് പൗലോസിന് അനുകൂലമല്ലായിരുന്നു. അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായി. അവിടെ വെച്ച് അവർ പിരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ ബർന്നബാസ് മർക്കോസിനെയും കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പൗലോസ് ശീലാസിനെയും കൂട്ടി, അവിടെ നിന്ന് വന്ന ശീലാസിനെയും കൂട്ടി ശീലാസിനെ തിരഞ്ഞെടുത്ത് സഹോദരന്മാർ കർത്താവിൻ്റെ കൃപയിൽ ഭരമേൽക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ട് സുറിയ കിലിക്കിയ പ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോകുന്നു. അപ്പം നമ്മളിവിടെ വായിക്കുമ്പോൾ വളരെ സ്നേഹത്തിലായിരുന്ന പൗലോസിനെ
അപ്പോസ്തലന്മാരുടെ അടുക്കൽ എല്ലാവരും പേടിക്കുകയും മാറ്റപ്പെടുത്തി നിർത്തുകയും ചെയ്യുന്ന സമയത്ത് പൗലോസിനെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടു പോകുന്നത് ധൈര്യപൂർവ്വം ചെയ്യുന്നത് ബർന്നബാസാണ്. പക്ഷെ ആ ബർന്നബാസുമായിട്ടാണ് ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്. നമുക്കിത് ഇപ്പോൾ വായിക്കുമ്പോഴൊക്കെയും അയ്യോ അവർ തമ്മിൽ അങ്ങനെ വഴക്കുണ്ടാക്കി പിരിഞ്ഞോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ മറ്റൊരു അതിൻ്റെ പോസിറ്റീവായൊരു കാര്യം ചിന്തിക്കേണ്ടത്, രണ്ടുപേരും ഒരേ സ്ഥലത്ത് വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് നടക്കുന്ന പ്രവർത്തനം അവർ രണ്ടിടത്താണെങ്കിൽ രണ്ടിടത്തും വേല നടക്കും. രണ്ടുപേരും ശക്തരായ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ രണ്ട് മേഖലകളിൽ, രണ്ട് പ്രദേശങ്ങളിൽ ദൈവത്തിൻ്റെ സുവിശേഷ പ്രവർത്തനവും വേലയും നടക്കാൻ അവർ രണ്ടായി പോയത് നല്ലത് തന്നെയായി എന്നുള്ളതാണ്. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ അറിവ് ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉണ്ടാകില്ല. ദൈവത്തിൻ്റെ പദ്ധതിയോ ദൈവത്തിൻ്റെ ആലോചനയോ ഒക്കെ ആയിരിക്കാം അങ്ങനെ സംഭവിക്കാൻ ഇടയായത് എന്ന് കരുതുന്നതാണ് കൂടുതൽ നല്ലത്. ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ സഭകളിലൊക്കെ ആയാലും നമ്മളുടെ ഇടയിലൊക്കെ ആയാലും നമ്മൾ നെഗറ്റീവ് എന്ന കാര്യം ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും പലപ്പോഴും നെഗറ്റീവ് ആയിക്കൊള്ളണമെന്നില്ല. അതിനകത്ത് പോസിറ്റീവായി ഇത്തരം കാര്യങ്ങളുണ്ടാകും. ഇവിടെ നമ്മൾ കാണേണ്ടത് രണ്ട് പ്രദേശങ്ങളിൽ വേല ഒരേ സമയം നടക്കുവാൻ രണ്ടുപേരും തീവ്രതയുള്ള ആൾക്കാരാണ്. ബർന്നബാസും തീവ്രതയുള്ളവനാണ്, പൗലോസും തീവ്രതയുള്ളവനാണ്. അപ്പോൾ അവരുടെ കൂടെ വലിയ വേല നടക്കാൻ. അപ്പോൾ മർക്കോസിന് അത്രയും പരിചയമുള്ള ആളില്ല ആ പ്രദേശങ്ങളെ സംബന്ധിച്ചൊന്നും. അതുപോലെ തന്നെ ശീലാസും പുതിയ ആളാണ്. അപ്പോൾ അവിടെ രണ്ടിടത്തും നേതൃത്വത്തിൽ നിൽക്കാൻ ബർന്നബാസും പൗലോസും തന്നെയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വേല നടക്കാൻ ഇടയായി എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനതിൽ കാണുന്നത്. അത് അങ്ങനെ കാണുന്നത് ആയിരിക്കും നല്ലത്. ഒരു കുറ്റമായിട്ടോ തെറ്റായിട്ടോ സംഭവിക്കാൻ പാടില്ലാതെ സംഭവിച്ചൊന്നും എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നല്ലത് എന്ന് തന്നെ ചിന്തിക്കുക. അങ്ങനെ ഇവിടെ 3 ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് പുതിയ വായന ഭാഗങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ജീവിതത്തിൻ്റെ എല്ലാ കാലങ്ങളിലും ദൈവത്തിൻ്റെ കരങ്ങളിൽ സംരക്ഷിതരായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിച്ച് പിരിയാം. വചനഭാഗങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നത് മാത്രമല്ല, വായിക്കുകയും കൂടി ചെയ്താൽ മാത്രമേ ഇതിന് അതിൻ്റെതായ ഫലപ്രാപ്തിയുള്ളൂ. കേൾക്കുകയല്ല, മറിച്ച് പുസ്തകം തുറന്നു വെച്ച് കണ്ട്. ഇപ്പോൾ കേൾക്കുന്നത് ഇവിടെ കേൾക്കുന്നുണ്ടല്ലോ, എല്ലാ 3 വചനഭാഗങ്ങളും ഇവിടെ കേൾക്കുന്നുണ്ട്, പൂർണ്ണമായും വായിച്ച് കേൾക്കുന്നുണ്ട്. എന്നാൽ അത് പുസ്തകം തുറന്നു വെച്ച് കേൾക്കാനോ അല്ലെങ്കിൽ കേൾക്കുന്നത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സമയം പുസ്തകം തുറന്ന് വായിക്കാനോ അവസരം കിട്ടിയാൽ അത് ചെയ്യുന്നത് ഗുണകരമായിരിക്കും. പിന്നെ പുസ്തകം വായിക്കാൻ സമയമില്ലാത്തവർക്ക്, പൂർണ്ണമായി ഒട്ടും സമയമില്ലാത്തവർക്ക് ഈ കേൾക്കുന്നതിനെ മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ അങ്ങനെ ആകാം. വായനയും കേൾവിയും വിശദീകരണങ്ങളും ഒക്കെ പൂർണ്ണമായും ചെയ്യുന്നത് ആയിരിക്കും ഏറ്റവും പ്രയോജനപ്രദം. പിന്നെ സമയത്തിൻ്റെയൊക്കെയും ദൗർലഭ്യം കാരണം വായന മാറ്റി വയ്ക്കുകയും കേൾവി ആശ്രയിക്കുകയും ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളവരെയും ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ആദ്യകാലങ്ങളിൽ വായിക്കാനില്ലായിരുന്നല്ലോ, കേൾവി ആയിരുന്നല്ലോ. കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ കേൾവി വരുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കേൾവിയായിരുന്നു ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പോസ്തലന്മാർ പറഞ്ഞതും പ്രസംഗിച്ചതും ഒക്കെ കേൾവിയാണ്. കേട്ട ജനമാണ് വിശ്വസിച്ചത്. അപ്പോൾ അതുകൊണ്ട് കേൾവി മോശപ്പെട്ട കാര്യമായിട്ട് കണക്കാർ കരുതുന്നില്ല. ശ്രദ്ധ ആവശ്യമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ശ്രദ്ധിക്കുകയും വിവരണങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പൂർണ്ണമായൊരു സത്യവിശ്വാസ സുവിശേഷത്തിലേക്ക് ഓരോരുത്തരും കടന്നു വരാം. ദൈവത്തിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം പ്രാപിക്കാം. ദൈവം നമുക്ക് മറ്റൊരു പുസ്തകങ്ങളിലോ ലോകത്ത് ഒരിടത്തോ ഏതെങ്കിലുമൊക്കെയും ദൈവങ്ങളല്ല, അവർ മനുഷ്യനുണ്ടാക്കിയ ദൈവങ്ങൾ ഒരു പുസ്തകത്തിലും ഒരു സഭയുടെയോ മതത്തിലോ ഒന്നും പറയാത്ത ബൈബിളിൽ മാത്രമുള്ള, അതുകൊണ്ടാണ് അത് ദൈവികമാകുന്നത്, ബൈബിളിൽ മാത്രമുള്ള ഒരു വാഗ്ദത്തം, ബൈബിളിൽ മാത്രമുള്ള അനുഗ്രഹം, ബൈബിളിൽ മാത്രമുള്ള വചനം, ബൈബിളിൽ മാത്രമുള്ള ദൈവം, ബൈബിളിൽ മാത്രമുള്ള ക്രിസ്തു. ഇതൊക്കെയാണ് ബൈബിളിൻ്റെ പ്രത്യേകത. ഇത് ദൈവത്താൽ എഴുതപ്പെട്ടതാണ്. ദൈവം ഇതിനകത്ത് വെച്ചിരിക്കുന്ന വാഗ്ദത്തം മറ്റു ലോകത്ത് ഒരിടത്തും കിട്ടത്തില്ല, ഒരിടത്തും കാണാനൊക്കത്തില്ല, ഒരിടത്തും മനസ്സിലാക്കാനൊക്കത്തില്ല. അത് പ്രാപിക്കാനാണ് നമ്മൾ ബൈബിൾ എടുക്കുന്നത്. അല്ലാതെ പണം കിട്ടുവാനോ സമ്പത്തുണ്ടാകുവാനോ നല്ല ജോലി ലഭിക്കുവാനോ
രോഗസൗഖ്യമുണ്ടാകുവാനോ കടഭാരം മാറുവാനോ ഒന്നുമല്ല നമ്മൾ ബൈബിൾ എടുക്കുന്നത്. ബൈബിൾ എടുക്കാത്തവർക്കും ഇതെല്ലാം ലഭിക്കുന്നുണ്ട്. ലോകത്തെ സമ്പന്നന്മാർ എല്ലാവരും ഒട്ടുമിക്ക എല്ലാ സമ്പന്നന്മാരും ബൈബിൾ അറിയാത്തവരും ബൈബിൾ വിശ്വസിക്കാത്തവരും ബൈബിളിൻ്റെ ദൈവത്തിൽ അറിയാത്തവരുമാണ്. അവർക്ക് അതൊക്കെയും ഉണ്ട്, സമ്പന്നന്മാർക്ക്. അപ്പോൾ അത് ബൈബിൾ ഒരു ഘടകമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ബൈബിളിൽ മാത്രമുള്ള ഒരു റിവാർഡ്, ഒരു പ്രോമിസ്, ഒരു പ്രതിഫലം ഉള്ളത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് ലഭിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രത്യേകമായി, അല്ലെങ്കിൽ കുറച്ചുകൂടെ മറ്റുള്ള വായനാ ദിവസങ്ങളിൽ പറയാത്തതായിട്ട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നന്ദി.